നമസ്കാരം. വെടിയുണ്ടകൾ നമ്മെ നിശബ്ദരാക്കുമെന്ന് കരുതിയവർ പരാജയപ്പെട്ടു. നിശബ്ദതയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു തുടങ്ങി. ഭയവും ബലഹീനതയും പ്രതീക്ഷയില്ലായ്മയും അസ്തമിച്ചു കഴിഞ്ഞു. ധൈര്യവും ശക്തിയും കരുത്തും പിറന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ സ്വരമായി മാറിയ മലാല യൂസഫ്സായിയുടേതാണ് ഈ വാക്കുകൾ. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മനുഷ്യരെ പ്രചോദിപ്പിക്കാൻ ഒരു ഉറച്ച സ്വരത്തിന് സാധിക്കും എന്നതിന്റെ തെളിവാണ് മലാല. അടുക്കളയുടെ ഇരുട്ടിലും ഏകാന്തതയിലും നഷ്ടസ്വപ്നങ്ങളുടെ ഭാരവും പേറി ജീവിച്ചിരുന്ന സ്ത്രീകളെ പ്രചോദിപ്പിക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഉറച്ച ശബ്ദമായി ഈ മലാലമാർ നമ്മോടൊപ്പമുണ്ട്. ഇവിടെ ആരംഭിക്കുകയാണ് ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു അധ്യായം. ഏവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം. തൃശൂരിന്റെ വടക്കേയറ്റത്ത് പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വരവൂർ. 36ഓളം കുളങ്ങളും കാവുകളും നീർച്ചാലുകളും വനഭൂമിയുമൊക്കെയായി പ്രകൃതി രമണീയമായ പ്രദേശം. സ്വാഗതം ചെയ്യാം വരവൂർ CDSനെ ഈ വേദിയിലേക്ക്. വരവൂർ CDS മൊത്തം ADS 14, അയൽക്കൂട്ടം 223, BPL അംഗങ്ങൾ 2494, APL അംഗങ്ങൾ 799, SC അംഗങ്ങൾ 884, ST അംഗങ്ങൾ ഇല്ല. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യ പസഫിക് മേഖലയുടെ മുതിർന്ന ഉപദേഷ്ടാവും ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രസിഡന്റുമായ ശ്രീ ജോൺ സാമുവൽ, പ്രമുഖ സാഹിത്യകാരി ശ്രീമതി BK ചന്ദ്രമതി. വരവൂറിന്റെ വികസനം സമഗ്രമാക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു സ്ത്രീ കൂട്ടായ്മ ഇവിടെയുണ്ട്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് യശോദമണി, വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ. അംബിക, CDS മെമ്പർ സെക്രട്ടറി. ഗിരിജ, കുടുംബശ്രീ ചെയർപേഴ്സൺ. എന്റെ പേര് വിജയലക്ഷ്മി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. സുനിത, പഞ്ചായത്ത് പ്രസിഡന്റ്. പൂരങ്ങളുടെ നാട്ടിൽ വിശേഷങ്ങളുടെ പൂരം ആരംഭിക്കുന്നതേയുള്ളൂ. ചർച്ചയിലേക്ക്. വരവൂര് ഒരുപാട് വരവുള്ള ഒരു ഊര്. എന്ത് വരവാണ്? പൈസയാണോ? പൈസ വരവുണ്ട്, ഒരുപാടുണ്ടാ? ഇല്ല, ഉള്ളതുകൊണ്ട് ഓണമാന്മാര് നല്ല ഒരു ആ ഒരു ചുറ്റുപാടിൽ ജീവിച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ആണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. അപ്പൊ ഇനിയും വരവ് ഇങ്ങനെ വരവ് വരുത്തൂല്ലേ? ഇതിലപ്പൊ നിങ്ങൾ പറഞ്ഞതില്ലേ ഒരുപാട് രസകരമായിട്ടുള്ള പരിപാടികളാണ്. ക്ഷീരസാഗരം, അജഗ്രാമം, പോത്ത് ഗ്രാമം, ഗജഗ്രാമം ആയില്ല, അവിടെ ഉള്ളൂ. ജൈവ പച്ചക്കൃഷി, ജെൻഡർ കോർണർ, കമ്പ്യൂട്ടർ പഠനം, വനിതാ ഫുട്ബോൾ ടീം, ബഡ്സ്, പിന്നെ വെബ്സൈറ്റ് ഉണ്ട് കുടുംബശ്രീക്ക്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളിവിടെ 3 ഡോക്യുമെന്ററി കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്താണ് ഈ ക്ഷീരസാഗരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ, പശുക്കളെ വളർത്തൽ, പശുപരിപാലനം, അത് കണ്ടിട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. പശുവളർത്തലിലൂടെയും തൈര്, മോര് തുടങ്ങിയ ഉപ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലൂടെയും
തൊഴിലും വരുമാന മാർഗവും കണ്ടെത്തുന്ന ഒരു കൂട്ടം സ്ത്രീകൾ വരവൂരിലുണ്ട്. നമുക്കിവരുടെ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം. പശുവിനെ വളർത്തിയാൽ മുറ്റത്ത് കാശ് എന്നാണ് ഈ നാട്ടിലെ മൂത്തവരുടെ ചൊല്ല്. ഈ ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് വരവൂർ CDS നടപ്പിലാക്കുന്ന പശു വളർത്തൽ പദ്ധതി. സ്ത്രീകളെ സംഘടിപ്പിച്ച് 12 ഗ്രൂപ്പുകളിലായി 60 വനിതകൾക്ക് പശു വളർത്തൽ പരിശീലനം നൽകിയാണ് പദ്ധതി ആരംഭിച്ചത്. പല ജാതിയിലുള്ള പശുക്കൾ വളർത്തി ആദായമുണ്ടാക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഈ CDSന് കീഴിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചിലവൊക്കെ കഴിഞ്ഞിട്ട് മാസം ഞങ്ങൾക്ക് ഒരു 7,000 രൂപ ലാഭം കിട്ടും. പശുവിന്റെ തീറ്റ ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് ശ്രീനന്ദ ഗ്രൂപ്പാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ലോൺ കിട്ടിയിട്ട് പശുവിനെ കറക്കാൻ എല്ലാവർക്കും പയ്യായിട്ട് കറവ് തുടങ്ങിയത്. 8 ലിറ്റർ 10 ലിറ്ററൊക്കെ പാല് കറക്കുന്ന പശുക്കളെയാണ് ഞങ്ങൾ വാങ്ങിയെടുക്കുന്നത്. പദ്ധതിയിലെ അംഗങ്ങൾക്ക് ആദ്യം ട്രെയിനിങ് നൽകി. തുടർന്ന് പശുത്തൊഴുത്ത് നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഒരു ഗ്രൂപ്പിൽ 5 പശുവിനെ ആദ്യം നൽകി. 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു പശുവിനെ നൽകി. ജേഴ്സി, HF തുടങ്ങിയ മുന്തിയ ഇനം പശുക്കളെയാണ് ഇവർ വളർത്തുന്നത്. പിന്നെ 5 പശുണ്ട്, പാല് 7 ലിറ്റർ കറക്കുന്നുണ്ട്. അതായത് പാലൊക്കെ 10 ലിറ്റർ കറക്കുന്നുണ്ട്, 5 ലിറ്റർ ഉണ്ട്. അതിന് 1 നേരം കറക്കുന്നുള്ളൂ. ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം കൂട്ടിനുണ്ടായിരുന്ന റുഖിയയ്ക്ക് പുതിയ ജീവിതം നൽകിയത് ഈ പദ്ധതിയാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു മെയിനായി ഏറ്റവും വലിയ രൂപത്തിലേക്ക് എത്തി. ഇത് തന്നെ മറ്റുള്ള പെൺകുട്ടികൾക്കും ഇത് പ്രചോദനമാവട്ടെ എന്ന് ഞങ്ങൾക്ക് പ്രത്യേകം പറയാണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ ദാരിദ്ര്യം മുന്നോട്ട് വരിക എന്നല്ലാതെ ഒരിക്കലും ലാഭം ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുക. പ്രത്യേകിച്ച് പശു വളർത്തൽ ലാഭകരമാണ്. ഞങ്ങൾക്ക് എന്തായാലും പശു വളർത്തൽ ഗുണകരമാണ്. മിക്ക കുടുംബത്തിന്റെയും പ്രധാന വരുമാനം പശുവിൽ നിന്നും കിട്ടുന്ന ആദായം തന്നെയാണ്. പുതുതായി നടക്കുന്ന ക്ഷീരസാഗരം പ്രോജക്റ്റിലേക്ക് ക്ഷീരവികസന വകുപ്പിൽ നിന്നും തൊഴുത്തിനും പുൽകൃഷിക്കും ധനസഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഈ പശു വളർത്തൽ നല്ലൊരു പരിപാടിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? പശു വളർത്തല് നമ്മൾ പഞ്ചായത്തിൽ കുടുംബശ്രീ വന്നിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ കൊല്ലാണ് നമ്മൾ ക്ഷീരസാഗരം എന്നുള്ള പ്രൊജക്റ്റിലായിട്ട് ഒരു കുടുംബശ്രീയുടെ ഒരു പുതിയ പ്രൊജക്റ്റാണ് ക്ഷീരസാഗരം എന്ന പ്രൊജക്ട്. ആ പ്രൊജക്റ്റിൽ നമ്മൾ 8 ഗ്രൂപ്പ് അതിൽ ഓൾറെഡി ഉണ്ട്. അതിന് മുമ്പത്തെ 4 ഗ്രൂപ്പും കൂടിയിട്ടാണ് നമുക്ക് 12 ഗ്രൂപ്പ് ജീവനമാർഗമായത്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ 5 ആള്, 60 പേര്. അതില് മറ്റേ 4 ഗ്രൂപ്പ് സക്സസ് ആയതിന്റെ പേരില് നമ്മള് അന്ന് ലോണ് ഒരു 60,000-70,000 റുപ്യ ആദ്യം ലോൺ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ക്ഷീരസാഗരം പ്രൊജക്ട് വന്നപ്പോ ഒരു ഗ്രൂപ്പിന് തന്നെ 6,20,000 രൂപയാണ് ഒരു ഗ്രൂപ്പിന് ലോൺ കൊടുക്കുന്നത്. അത് കുടുംബശ്രീയുടെ സബ്സിഡി ഉണ്ട്. അതിലേക്ക് ലാഭകരമാക്കാൻ നമ്മൾ ചെയ്ത ഒരു മാർഗം ക്ഷീരവികസന വകുപ്പിൽ നിന്ന് അവർക്ക് തൊഴുത്തിനുള്ള ധനസഹായം, കറവയന്ത്രം, പിന്നെ അവർക്ക് പശു വളർത്തൽ ലാഭകരമാക്കാൻ പുൽകൃഷിയാണ് ഏറ്റവും മെയിനായിട്ട്. പാല് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധനം പുല്ല. അതിന് ഒരു 75,000 രൂപ സബ്സിഡി നിരക്കിൽ അവർക്ക് ഒരു ഗ്രൂപ്പ് ഒരു ഏക്കർ. എവിടുന്നാണ് ഈ സബ്സിഡി കിട്ടുന്നത്? ക്ഷീരവികസന വകുപ്പിൽ നിന്നും. ക്ഷീരവികസനം അത് എങ്ങനെയാ? നിങ്ങൾ നേരിട്ട് പോയി ഈ സബ്സിഡി ഒക്കെ ഏർപ്പാട് ചെയ്യാണോ അതോ
വേറെ ഏജൻസികൾ, പഞ്ചായത്തോ കൃഷിഭവനോ അവരുടെ മുഖാന്തരമാണോ? പഞ്ചായത്ത് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം നമ്മളുടെ MEC വഴിയും കിട്ടും. നമുക്ക് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം MEC പറഞ്ഞ മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റ്. ഇതിന് നമുക്ക് സഹായം ചെയ്യുന്ന, നമുക്കൊരു സംരംഭം തുടങ്ങാനും ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് പ്രചോദനം, ഒരു സംരംഭം ജീവിക്കാനായിട്ട് നല്ല പ്രചോദനം ആവശ്യമാണ്. പെട്ടെന്ന് അവരെ ഈ വഴിക്ക് വന്നാൽ നമുക്കൊരു ജീവിതമാർഗം ഉണ്ട് എന്നുള്ള ജീവിതത്തിന്റെ വെളിച്ചം അവർക്ക് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ അതിലൂടെ പോണ ആദ്യത്തെ ആൾക്കാർക്ക് അതിന്റെ വഴി അറിയുണ്ടാവില്ല. പശു വളർത്താൻ ജീവിക്കാന്നുള്ളതുള്ളൂ. അതിൽ ലാഭകരാക്കാം, ഈ തൊഴിൽ എങ്ങനെ ലാഭകരാക്കാന്നുള്ള ട്രെയിനിങ് കൂടി കൊടുക്കണോടുകൂടി അവര് വിജയത്തിലേക്ക് ഉറച്ച വിശ്വാസം വന്നു. മറ്റേ ഒരാൾക്ക് ഇതില് മാസം എത്ര വരുമാനം കിട്ടും? ഒരാൾക്ക് 7000 രൂപ ചെലവ് കഴിച്ചു. അതേ സമയം നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പോത്ത് ഗ്രാമം ഉണ്ടെന്ന്. അപ്പൊ പശു വേറെ, പോത്ത് വേറെ. എന്താണ് പോത്തിന്റെ മഹാത്മ്യം? പോത്ത് മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഉൾനാടായതുകൊണ്ട് ഇതിന് വളർത്താൻ പറ്റിയ മേഖലകളാണ് നമുക്കുള്ളത്. കുന്നും മലകളും പാടങ്ങളും ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഈ വളർത്താനായിട്ടുണ്ട്. അപ്പൊ പോത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാശാവും. ഒരു 10000 രൂപ പോത്തിന് മേടിച്ച 25000 രൂപ ചിലപ്പോ 3 മാസം കൊണ്ട് കയ്യിൽ വരും. അല്ലെങ്കിൽ വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മള് ചടച്ച പോത്തുകളൊക്കെ മേടിക്കാന്ന് പറയാ. ഇങ്ങനെ ചടയം പോത്തുകളെ മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ അന്ന് ഈ കൂട്ടത്തോടെ വളർത്തിയിട്ട് അവർ ക്ഷീണിച്ചിട്ടൊക്കെ വരിക. നമ്മൾ അവരെ പരിപാലിപ്പിച്ച നല്ല കുട്ടികളെ വളർത്താനാണ് നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നത്. അപ്പൊ അതിനായിട്ട് കൂടുതൽ ലാഭകരം വലിയവരെ വലിക്കാനാണ്. വലിയ പോത്തിനെ മേടിക്കുമ്പോൾ എല്ലാവർക്കും പേടിയ ഉള്ളിൽ. എത്ര പോത്ത് ഗ്രൂപ്പ് ഉണ്ട്? പോത്ത് ഗ്രൂപ്പ് 7 ഉണ്ട്. 7 ഗ്രൂപ്പില് 35 പേര്. 35 പേര്. മാർക്കറ്റിംഗിന്റെ എന്ത് സംവിധാനം അതൊന്ന് പറയും. പാലിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷീരവികസന വകുപ്പ് ആയിട്ട് ടൈപ്പ് ഇത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കാരണം ക്ഷീരവികസന വകുപ്പ് പാൽ സൊസൈറ്റി ഞങ്ങൾ പാൽ കൊടുക്കണം എന്നുള്ളതിലാണ്. അവർക്ക് പാലിന്റെ അളവ് കൂടണം. അപ്പൊ നല്ല ജാതി പശുക്കളെ പഠിച്ച് നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കും. പശുവിന്റെ ആ ട്രെയിനിങ്ങും കൊടുക്കും. അപ്പൊ മിൽമേല് പാൽ അളക്കണ അനുസരിച്ചാണ് ഇത് സക്സസ് ആയി എന്ന് പറയാം. അപ്പൊ ഞങ്ങള് അതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനായിട്ട് കുറച്ച് മൂല്യവർദ്ധിതമായി വരാനാണ് ഞങ്ങൾ മോര് യൂണിറ്റ് ഉണ്ടാക്കി. മോര് TM ഗാർഡ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ്. അത് നമ്മുടെ അവര് ആ ടേസ്റ്റ് കണ്ടു കഴിഞ്ഞ ഒരു പ്രാവശ്യം മേടിച്ച ആൾക്കാർ പിന്നെ അത് വിടില്ല. മോര് അവര് ഇങ്ങനെ കല്യാണങ്ങൾക്കുള്ള ഓർഡർ അനുസരിച്ച് കൊടുക്കും. പിന്നെ കടകളില് ഇപ്പൊ സാധാരണ കടകളില് പാക്കറ്റായിട്ട് മോര് വരിക. പുറത്ത് വടക്കാഞ്ചേരി അത്താണി വരെ ഒക്കെ എത്തിക്കണു. വരവൂര് TM ഗാർഡ്. നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപയുടെ ടേൺ ഓവർ? ഒരു വ്യക്തിക്ക് കിട്ടും 12000 രൂപ. ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപ്പൊ 12-60,000 രൂപയുടെ വിറ്റുവരവ്. പേരെന്താ? വിനയകോമളം. 7 പശുക്കളുണ്ട്. അത് ഞങ്ങൾ തിച്ചൂര് സൊസൈറ്റിയിലാണ് പാല് കൊണ്ടുകൊടുക്കുന്നത്. 35 ലിറ്ററോളം പാല് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 30,000 രൂപ ഞങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ നിന്നായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പാല് വീട്ടുകളിലും കുറച്ച് തൈരും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പശുക്കൾക്ക് രോഗം വരുമ്പോ ചികിത്സിക്കാനുള്ള ഡോക്ടറെ വിളിക്കും ഞങ്ങള്. നമ്മുടെ പഞ്ചായത്തിന്റെ സ്വന്തം ഡോക്ടറാണ്. അതാണ് ഗുണം. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഡോക്ടറുടെ സേവനം ഇതിൽ വെറ്റിനറി ഡോക്ടർ. പുല്ലൊക്കെ എവിടുന്നാ കിട്ടുന്നത്? പുല്ല് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് ഞങ്ങള് പുൽകൃഷി ചെയ്യുന്നുണ്ട്. പാട്ടത്തിനെടുത്തിട്ട്. അപ്പൊ പുൽകൃഷി ചെയ്താല് അതൊന്ന് ലാഭം ഉണ്ടാക്കി അവർക്ക് പാട്ടം കൊടുക്കണം. അത് ഞങ്ങൾ ആദ്യം പുൽകൃഷി ചെയ്തിട്ട് ഞങ്ങള് കൊടുത്തിരുന്നു. അടുത്തുള്ള ഈ കച്ചവടക്കാർക്ക് ഞങ്ങൾ കുറേശ്ശെ അങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങള് പുല്ല് കൊടുത്തിരുന്നു. അത് പിന്നെ ഞങ്ങള് ഇങ്ങനെ പശു വളർത്തലിന്റെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് പശുക്കളെ വളർത്താൻ, ഞങ്ങൾക്ക് പുല്ലുണ്ടാവുമ്പോ പശുക്കളെ വളർത്താൻ തീരുമാനിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയും ചർച്ച കൊണ്ടുപോകണം. സംഘകൃഷി കൂടെ കാണാം. സംഘകൃഷിയിലൂടെ വരവൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് ഊർജം പകരുകയാണ് ഒരു കൂട്ടം വനിതകൾ. നമുക്ക് ഈ വനിതകളുടെ കൃഷിയിടങ്ങളൊന്ന് കാണാം. ദൃശ്യങ്ങളിലേക്ക്. മണ്ണിൽ വിത്തെറിഞ്ഞ് ജീവിതം വിളയിച്ചെടുത്തതിന്റെ കഥ പറയുകയാണ് തൃശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 376 വീട്ടമ്മമാർ. സംഘശക്തിയും സ്ഥിരോത്സാഹവും ഒരുമിക്കുമ്പോൾ കൈവരുന്ന ജീവിത വിജയത്തിന്റെ ഉടമകളാണ് ഈ വനിതാ കർഷകർ. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന അവസ്ഥയിൽ നിന്നും കുടുംബശ്രീ സംഘകൃഷിയിലൂടെ
ജീവിത വരുമാനം കണ്ടെത്തുകയും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾ നിറവേറ്റാനും സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ തലയുയർത്തി നിൽക്കാനും ഇന്നിവർക്ക് സാധിക്കുന്നു. ഞങ്ങൾ സംഘകൃഷിയായിട്ടാണ് ആദ്യം കുടുംബശ്രീ രൂപീകരിച്ച സമയത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഒന്നും അറിയാതെ പുറത്തേക്ക് കടക്കാതെ മടിച്ചിരുന്നിരുന്ന സ്ത്രീകളാണ് ഞങ്ങൾ. സാധാ വീട്ടമ്മമാരായിരുന്നു. കുടുംബശ്രീ വന്നോട് കൂടിയിട്ട് JLG ഗ്രൂപ്പ് രൂപീകരിച്ചതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായി. ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഞങ്ങൾ രണ്ടുപേര്, രമാദേവി, ജമീല എന്നിവർ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദാരിദ്ര്യത്തിന്റെ അടിമയായി വളർന്ന ഞാനായിരുന്നു. നമ്മൾ നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ ചെയ്യാണ്. 2 ഏക്കർ 25 സെന്റ് മുമ്പ് പണിതുണ്ട്. 40 സെന്റ് പച്ചക്കറി പണിതുണ്ട്. ആ ലോണെടുത്ത് ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങൾ 8 ഏക്കർ നെൽകൃഷിക്ക് എല്ലാവരും കൂട്ടി ചേർന്നിട്ട് ഞങ്ങൾ രാവിലെ പാട്ടത്തിന് എടുത്തിട്ട് 8 ഏക്കർ നെൽകൃഷി ആരംഭിച്ചു. ഫസ്റ്റ് തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തു. അത് ഞങ്ങൾക്ക് നല്ല വിജയമായിരുന്നു. 94 സംഘകൃഷി ഗ്രൂപ്പുകളിലായി മൊത്തം 376 കുടുംബങ്ങൾ ഒറ്റത്തവണ കൃഷി ഇറക്കുന്നത് 550 ഏക്കറിലധികം വരും. ആദ്യം നെല്ല് കൃഷി ചെയ്യുകയും നെല്ല് വിളവെടുക്കുമ്പോൾ പാടത്ത് പച്ചക്കറി കൃഷി ചെയ്യുകയും ചെയ്യുന്നു. ഈ വിധം എല്ലാ ഗ്രൂപ്പുകളും വർഷത്തിൽ 2 തവണയും ചിലർ 3 തവണയും കൃഷി ഇറക്കുന്നു. വാഴ, കൂർക്ക, നെല്ല്, പിന്നെ ഇഞ്ചി, പച്ചക്കറി, അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്യും. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തീർന്നത് ഒരു കണക്കിന് ഞാൻ ആദ്യമേ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും എത്തിയത്. ഏറ്റവും എനിക്ക് സന്തോഷം എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. സംയോജിത കൃഷിരീതി, ഒറ്റഞ്ഞാർ കൃഷി, ടെറസ് ഫാമിംഗ്, ഗ്രോ ബാഗ് തുടങ്ങിയ കൃഷിരീതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. നിറപറ, നിള തുടങ്ങി നിരവധി JLG ഗ്രൂപ്പുകൾ ഇന്ന് വരവൂർ CDSന് കീഴിൽ കൃഷി ചെയ്യുന്നു. ഈ സംഘകൃഷിയിലെ 550 ഏക്കറോളം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര കാലമായി ഇതെങ്ങനെ ചെയ്യുന്നു? സംഘകൃഷിയായി രൂപീകരിച്ചിട്ട് 5 കൊല്ലായി. അതിന് മുമ്പ് പാട്ടകൃഷിയായിട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒറ്റ വ്യക്തികളായിട്ടായിരുന്നു. അപ്പൊ അതിനെക്കാട്ടും കൂടി എനർജി കിട്ടുക ഗ്രൂപ്പായി ഉള്ള പ്രവർത്തനത്തിനാണല്ലോ കൂടുതൽ. അപ്പൊ കേടുകൾ പറയാനും പിടിക്കാനും നമുക്ക് അതങ്ങനെ ചെയ്താൽ എന്താ പുതിയ ആശയങ്ങൾ വരാനും മറ്റു ഒറ്റയ്ക്ക് ഒരു ഇത് ചെയ്യുമ്പോ തോന്നും നമുക്ക് നഷ്ടം എന്താണ് ചെയ്യാന്ന് അറിയില്ല, അടുത്ത പടി എവിടേക്കാ വെക്കണ്ടേന്ന് അറിയില്ല. ഇത് സംഘകൃഷി ഗ്രൂപ്പായി ചെയ്തപ്പോ അവർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താൽ എന്താ ആശയങ്ങൾ വന്ന് അവര് സംയോജനങ്ങളുടെ മാർഗങ്ങളൊക്കെ തേടി. നമ്മുടെ തൊഴിലുറപ്പില് എന്റെ സഹായം തേടി വാഴയ്ക്ക് തടെടുക്കലും പച്ചക്കറിക്ക് തടെടുക്കലും കൃഷി ചെയ്യാൻ നമ്മുടെ ഒരു മനസ്ഥിതി ഉണ്ടായാൽ മാത്രം മതി. ഇപ്പൊ എന്താണ് കൃഷിഭവൻ എന്നുള്ള സഹായങ്ങള്, പിന്നെ ബ്ലോക്കിന്റെ ഫണ്ടിന്ന് ഉപയോഗിച്ചിട്ട് മുറ്റത്ത് പച്ചക്കറിമാരിയുള്ള ഒരു പദ്ധതിയിൽ ഞങ്ങളാണ് കുടുംബശ്രീ അംഗങ്ങളാണ് മുഴുവൻ. എന്റെ പേര് റുക്കിയ. റുക്കിയാണ് ഇതിൽ കണ്ടത്. പറയൂ റുക്കിയ, പറയൂ. ഞാൻ കുടുംബശ്രീയിൽ വരുന്നതിനേക്കാൾ മുമ്പ് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഭർത്താവ് ചെറിയ ഒരു വരുമാനം കൊണ്ട് ജീവിച്ചു. പെട്ടെന്നൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അതിന്റെ ഇടയിൽ വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മക്കൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമായിരുന്നു എന്റെ ജീവിതം. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അതായത് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് വീണിട്ട് കാലിന് സുഖമില്ലാതായിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു 3 മാസം കിടക്കേണ്ടി വന്നു. അപ്പൊ അതുവരെ പുറത്തിറങ്ങാതെ അത്യാവശ്യം PDC വരെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നല്ല ചുറ്റുപാടിലായിരുന്നു ജീവിച്ചായിരുന്നത്. അങ്ങനെ സ്വന്തമായി ജീവിക്കുമ്പോൾ ആ ഭർത്താവിന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്നൊരു അന്തരീക്ഷത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്റെ മക്കളെ വളർത്താനോ സമൂഹത്തിലേക്ക് ഇറങ്ങാനോ എന്തെങ്കിലും ഒരു വരുമാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുടുംബശ്രീ രൂപീകരണം അവിടെ തൊട്ടടുത്ത് നടക്കുന്നത്. അപ്പൊ കുടുംബശ്രീ 2006 അപ്പൊ ആ സമയത്ത് കുടുംബശ്രീയിൽ അംഗമാവുകയും അവിടെ സെക്രട്ടറി സ്ഥാനത്താണ് ഞാൻ കുടുംബശ്രീ ഭാരവാഹിത്വം ഏൽക്കുകയും അങ്ങനെ സ്ത്രീകളുമായിട്ട് കൂടുതൽ ഇടപഴകുകയും അങ്ങനെ വരവൂർ പഞ്ചായത്ത് എന്ന പേര് പോലും കേൾക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഞാൻ വരവൂർ പഞ്ചായത്തിലേക്ക് ചേരുകയും അവിടെയുള്ള CDS ചെയർപേഴ്സൺ ഗിരിജയിച്ചിയുടെ
എല്ലാവിധ സഹായ സഹകരണങ്ങളും കൊണ്ട് ഒരു തൊഴിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബശ്രീയിൽ അംഗം ചേരുകയും അവിടെ നിന്ന് ആദ്യമായി ഞാൻ കുറച്ച് പൈസ ലോൺ എടുത്ത് ഒരു ആടിനെ വാങ്ങി. അങ്ങനെ ആ ആടിനിൽ നിന്നും കുറേശ്ശെ വരുമാനം കിട്ടി. അപ്പോൾ എനിക്ക് അടുത്തതായിട്ട് ഒരു ലോൺ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്തെങ്കിലും വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതിലേക്ക് നടന്നു. അങ്ങനെ കുറച്ച് പൈസ ലോൺ എടുത്ത് ഞങ്ങൾ കുറച്ച് അംഗങ്ങൾ ചേർന്നിട്ട് അങ്ങനെ എനിക്ക് മാത്രം പോരാ, എൻ്റെ അംഗങ്ങളും എൻ്റെ കൂടെയുള്ളവരും നന്നാവണം എന്നുള്ള ചിന്ത കയറി. കാരണം ഞാൻ ഒറ്റപ്പെട്ട പോലെ മറ്റുള്ളവർക്ക് ആ ഒരു രംഗം വരാതിരിക്കാൻ വേണ്ടി അവരെയും കൂട്ടി ആദ്യം തുടങ്ങിയത് വീട് വീടാന്തരം നടന്നിട്ട് ഒരു അരിക്കച്ചവടം തുടങ്ങാനായിരുന്നു. കാരണം മനുഷ്യന് പ്രിയപ്പെട്ട സാധനം അരിയല്ലേ, ബാക്കിയുള്ളത് ഇത്തിരി കുറഞ്ഞാലും ശരി ഭക്ഷണ അരിയല്ലേ. അപ്പൊ അത് തുടങ്ങാന്ന് വെച്ചിട്ട് കുറച്ച് പൈസ കൂട്ടി ഞാനും എന്റെ കൂട്ടുകാരികളുമായ ജമീല മറ്റുള്ള അംഗങ്ങളൊക്കെ ചേർന്നിട്ട് വീട് വീടാന്തരം ഓരോ ചാക്കരി ആഴ്ചയിൽ പൈസ പിരിച്ചിട്ട്, കാരണം മൊത്തം പൈസ തരാനുള്ള പാകമുള്ള വീടുകളല്ലല്ലോ, പൈസ ഉള്ളവരാച്ച് നമ്മുടെ പൈസ ഇത് വാങ്ങില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ വീട്ടുകൾ ഓരോ ചാക്കരി വാങ്ങി ആഴ്ചയിൽ ഞങ്ങൾ പിരിവിന് നടക്കും. അങ്ങനെ പിരിവ് തന്ന് അതിൽ നിന്നും ആദ്യമായി ഞാൻ വാങ്ങിയത് ഒരു സാരിയാണ്, എന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന്. ആ സാരി ഇന്നും ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്റെ ജീവിതം ചരിത്രം കുറിച്ചൊരു സംഭവമാണ്. സ്വന്തം കയ്യിൽ നിന്ന് സമ്പാദ്യം ലഭിച്ചിട്ട് ആ സാരി ലഭിച്ചത്. ആ ചേച്ചീനെ എന്ത് പറയുന്നത്? വീട്ടിലത്തെ ബുദ്ധിമുട്ട് കണ്ടപ്പോ ഇങ്ങനെ കുടുംബശ്രീ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല അതറിയാം. 2 മക്കളാണ് എനിക്ക്. വരുമാനം എന്ന് പറഞ്ഞാ കുറച്ച് സ്ഥലമുണ്ട്, പിന്നെ ഇപ്പൊ ആൾക്ക് ചെത്താണ് തൊഴില്, ശരിയായിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ചെത്തില് നല്ല വരുമാനമില്ലേ? പക്ഷെ അതങ്ങനെ സ്ഥിരം ഇത്തിരി ഏജും ആയിണ്ട്, പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് പോവാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നോക്കുമ്പോ മക്കളെ പഠിപ്പിക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടായി. അപ്പൊ കുടുംബശ്രീ എന്നുള്ളൊരു ഇത് തുടങ്ങിയ അവസരമായിരുന്നു. അപ്പൊ അടുത്ത വീട്ടിലിങ്ങനെ കോട്ടയം ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചേച്ചിയാണേ. അപ്പൊ എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങക്ക് ഇങ്ങനെ കുടുംബശ്രീ തുടങ്ങിയത് നല്ലതാണ് മക്കളെ പഠിപ്പിക്കാനൊക്കെ, ഇതിലേക്ക് ചേർന്നാല് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. അങ്ങനെ കുടുംബശ്രീ ഞങ്ങൾ 2 പേരും കൂടി മെമ്പറെ പോയി കണ്ട് കുടുംബശ്രീ ഇതാക്കി. അവിടുന്ന് കുടുംബശ്രീ തുടങ്ങിയതിന് ശേഷം ജെ യൂണിറ്റ് ഒക്കെ തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും അതില് അതായി. അങ്ങനെ അടുത്ത വീട്ടിൽ പോയി സ്ഥലം അന്വേഷിച്ചപ്പോ അവര് തരാന്ന് പറഞ്ഞു. അങ്ങനെ കരാർ എഴുതി 2 കൊല്ലത്തേക്ക്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പൊ നെല്ലായാലും കൂർക്കയായാലും പണിയും അത് കഴിഞ്ഞ വാഴയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാ പച്ചക്കറിയും നമുക്ക് എന്താണ് നല്ലതെന്ന് തോന്നി വെച്ചാൽ ഇനി കാബേജോ കോളിഫ്ലവർ അതിന് കപ്പലണ്ടി ആണെങ്കിലും അതിന്റെ ഒക്കെ പരീക്ഷണമുണ്ട്. പോരാത്തിന് ഞാനൊരു യൂണിറ്റ് പശുവിന്റെ യൂണിറ്റിലുണ്ട്, ഉദയ ആക്ടിവിറ്റി എന്നാണ്. അപ്പൊ അതിലത്തെ 3 പശു ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അതിന്റെ ചാണകം മൂത്രവും പിന്നെ ഈ കദളിവാഴ ഒരു 19 എണ്ണം വെച്ച് അതൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോ അന്നത്തെ ഒരു വിഷമം വെച്ചിട്ട് നോക്കുമ്പോ ഇന്ന് എനിക്ക് അന്ന് ഞാൻ കുടുംബശ്രീ തുടങ്ങുമ്പോ 10 രൂപ വെക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായിരുന്നാണ്. ഇന്ന് നോക്കുമ്പോ 1 ലക്ഷം രൂപ തന്നെ വേണമെങ്കിൽ നമുക്ക് കടം മേടിക്കാൻ ഒന്നിനും പേടി തോന്നുന്നില്ല. ഇപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യണേ? മോൻ BBA 3rd ഇയർ ആണ്, മോള് BCom 3rd ഇയർ ആണ്. +2 വരെ ആവുമ്പോഴേക്കും നീ എന്തെങ്കിലും പഠിക്ക് പൊക്കോന്ന് പറഞ്ഞത് ഞാൻ അവനോട്. പക്ഷെ ഇപ്പൊ അവരെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിതമാണ്. പിന്നെ എത്ര രൂപ കിട്ടും മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാസത്തെ ഒരു ഇതല്ല. ഇപ്പൊ ഈ പശുവിന്റെ പാലന്നെ ഞാൻ പറയും മോനോട്, നീ നിനക്ക് പറ്റാവുന്ന അടുത്തെത്തിയപ്പോ ഫോറസ്റ്റ് സ്റ്റേഷൻ അടുത്തുണ്ട്, അവിടേക്ക് പാല് കൊണ്ടുകൊടുക്കും. അപ്പുറത്ത് ഇനിയിപ്പോ കടയില് ഡെയിലി കൊണ്ടുകൊടുക്കും. അതിന്റെയൊക്കെ പൈസ അവനെടുത്ത് അവന് വണ്ടിയുടെ പെട്രോൾ അടിക്കണമെങ്കിലോ ഇനി അഥവാ ഫോണില് കൂപ്പൺ ഇതാക്കണമെങ്കിലോ ഇനി എന്തെങ്കിലും ഫീസ് അടക്കണമെങ്കിലോ എന്തിനാലും അവന്റെ ഒരു ബുദ്ധിമുട്ടിന് അവൻ കൊണ്ടുകൊടുക്കുന്ന പൈസ അവനോട് എടുത്തു. ഇനി ബാങ്കിലേക്ക് ആയാലും ശരി, ഞാൻ വെറുതെ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ബാങ്കിലേക്ക് കൈപ്പിടിച്ച് അവിടെ ഉള്ളവര് അറിയണ ഒരു നല്ല ഫ്രഷ് പച്ചക്കറി ആവുമല്ലോ. അപ്പൊ അവർക്ക് കൊണ്ടുവരുന്ന പച്ചക്കറിയിൽ അവർക്ക് വലിയ വിശ്വാസമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചക്കറി നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അറിയാൻ വ്യത്യാസം. കാരണം കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുള്ള പച്ചക്കറി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് കേടന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് മത്തങ്ങ കുമ്പളങ്ങി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചകളോളം ഒരു കേടും വരില്ല. അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താ പേര്? ശ്രീവള്ളി. ശ്രീവള്ളി എന്ത് ചെയ്യുന്നു? ഏത് ഗ്രൂപ്പിലാ? ഞാൻ ഈ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ. നമ്മുടെ മാസ്റ്റർ ഫാർമറാണ് ഈ മെമ്പർ. നിങ്ങൾക്ക് എത്ര മാസ്റ്റർ ഫാർമർ ഉണ്ട്? 18 മാസ്റ്റർ ഫാർമർ ഉണ്ട്. അതിന് നമ്മള് കൃഷിനെ സംയോജിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് കൃഷിഭവൻ എന്നുള്ള ഈ ഒരു കർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. കൃഷിക്ക് ഇവർക്ക് വേണ്ട സഹായത്തിന് കർമ്മസേനയില് നമ്മുടെ മാസ്റ്റർ ഫാർമേഴ്സും നമ്മുടെ കുടുംബശ്രീ അംഗങ്ങള് CDS ഒക്കെ എല്ലാ അംഗങ്ങളും അതിൽ കർമ്മസേനയിലെ അംഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ കൃഷിക്ക് സഹായമായിട്ടുള്ള മറ്റേ സഹായങ്ങള് മിഷനറി ആണല്ലോ ഏറ്റവും വലുത്. മറ്റുള്ള ഇതിന് നമുക്ക് കൂടുതലാക്കണ്ടല്ലോ. മിഷനറി സഹായം നമുക്ക് കൃഷിഭവനിൽ പഞ്ചായത്ത് മിഷനറി നമ്മൾ ബുഷ് കട്ടിങ്ങിന്റെ മെഷീൻ, ബുഷ് കട്ടിംഗ് മെഷീൻ, സ്പ്രേയർ, പിന്നെ ടില്ലർ, അങ്ങനെയുള്ള ട്രാക്ടർ,
അതൊക്കെ ആരോ ഉപയോഗിക്കും. ട്രെയിനിങ് ഉണ്ട്. ഈ മാസ്റ്റർ ഫാർമേഴ്സിന് ഫുള്ള് ട്രെയിനിങ്സ് ആക്കി. ഞാൻ 2001 ഞാൻ കുടുംബശ്രീക്ക് വരുന്നത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ 3 ചെറിയ പിള്ളേർ, ഭർത്താവ് മരിച്ചതാണ്, 3 ചെറിയ പിള്ളേരാണ്. ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 2 വയസ്സും ഒരാൾക്ക് 4 മാസമ്പോഴാണ് ഭർത്താവ് മരിച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ 18 വർഷമായി. അപ്പൊ ഞാൻ അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് എങ്ങനെ ജീവിക്കേണ്ടെന്നുള്ള ഒരു അറിയില്ല. അപ്പൊ അങ്ങനെ എന്റെ വാർഡ് മെമ്പറും അന്നത്തെ പ്രസിഡന്റും കൂടി പറഞ്ഞു കുടുംബശ്രീ എന്ന സംവിധാനം വന്നിട്ടുണ്ട്, അപ്പൊ നീ അംഗമാവാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ 20 പേരെ വിളിച്ചിട്ട് ഞാൻ കുടുംബശ്രീ അംഗമായി. അതിൽ ഞാൻ സെക്രട്ടറി ആയി. അങ്ങനെ സെക്രട്ടറി ആയിട്ട് 2005. അപ്പൊ എനിക്ക് ഞാൻ വല്ല മറ്റുള്ള പണികൾ കൂർക്കാനുള്ള കൃഷി ചെയ്തായിരുന്നു. എനിക്ക് എന്റെ വീട്ടുകാർ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. അതുകൊണ്ട് എനിക്ക് നെല്ലൊക്കെ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ കൃഷി പണിതായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ മറ്റേ ഞാൻ പുറത്തെല്ലാം പണിക്ക് പോകും, തയ്യൽ എടുക്കും, പിന്നെ ബീഡി തിരക്കും, അങ്ങനെയുള്ള ഇതൊക്കെ എന്റെ മക്കളെ. അങ്ങനെ 2005 ഞാൻ ജനപ്രതിനിധിയായിട്ട് മെമ്പറായിട്ട് ഞാൻ പഞ്ചായത്ത് വന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ കൃഷി ജയജ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും പിന്നെ ഞങ്ങൾ കൂട്ടമായിട്ട് 20 പേരാണ് എന്റെ കുടുംബശ്രീയുള്ളത്. അതിൽ ഞങ്ങൾ 5 പേരായിട്ട് 7 പേരൊക്കെ ആയിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാട്ടത്തിനെടുത്തിട്ട് ഞാൻ കൃഷി പണിയും. അങ്ങനെ മൊത്തം അന്ന് ജയജ് ഗ്രൂപ്പില്ല, അതിനുശേഷമാണ് ജയജ് ഗ്രൂപ്പ് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് കൂട്ടായിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾ 8 ഏക്കർ 9 ഏക്കറൊക്കെ ഞങ്ങൾ കൂട്ടമായിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് അന്നെല്ലാം കിട്ടുന്ന വരുമാനം ചിലപ്പോൾ 2000 രൂപയ്ക്കാണ് ഒരാൾക്ക് കിട്ടാറുള്ളൂ. അന്നൊന്നും അത്ര നെല്ലിന് വിലയില്ലാത്ത കാലമല്ലോ. ഇന്ന് ഞങ്ങൾ 8 ഏക്കറോളം ഞങ്ങൾ ഇന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ജൈവ കൃഷിയാണല്ലോ? ജൈവ കൃഷി. ഞങ്ങൾ മറ്റുള്ളതൊന്നും വാങ്ങിക്കാറില്ല. കുമ്മായം പിന്നെ മറ്റുള്ള കൃഷിഭവൻ സബ്സിഡി കിട്ടും. നിങ്ങൾ ഈ കിട്ടുന്ന പൈസ പിന്നെ ഇപ്പൊ സേവ് ചെയ്യാൻ തുടങ്ങിയോ? സേവ് ചെയ്യാൻ മാസാമാസം ഞങ്ങൾക്ക് വില എടുക്കും മാത്രമല്ലേ പൈസ കിട്ടുള്ളൂ. നെല്ലിന്റെ സീസണാണ് ഇപ്പൊ. അപ്പൊ ആദ്യം കുടുംബശ്രീ വന്നിട്ട് അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്യുന്നത്. പഞ്ചായത്ത് ഏത് വർഷമാണ് പഞ്ചായത്ത്? 2005 മെമ്പറായിരുന്നു, 5 വർഷം മെമ്പറായിരുന്നു, പിന്നെ 2 വർഷം പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പൊ ഇതൊക്കെ ഈ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടാണ് വീട്ടിൽ പോയിട്ട് മറ്റു ജോലികളൊക്കെ. അപ്പൊ എത്ര സമയം ജോലി എടുക്കുമായിരുന്നു? 10 മണി 11 മണി വരെയൊക്കെ ജോലി ചെയ്യും. രാവിലെ പണിക്ക്? രാവിലെ 5 മണിക്ക് 5:30 മണിക്ക് കഴിച്ചു പിള്ളേരെ സഹായിക്കാറുണ്ടോ? മക്കള് സഹായിക്കാറ് ജോലിക്ക്. ഇപ്പൊ മൂത്തമാൻ ഇപ്പൊ പഠിപ്പ് കഴിഞ്ഞ് KSEB താൽക്കാലിക ജോലി കടവ്യവസ്ഥയിലുണ്ട്. രണ്ടാമത്തെ BCom സെക്കൻഡ് ഇയർ, മോള് BCom ഫസ്റ്റ് ഇയർ, BSc ഫസ്റ്റ് ഇയർ. കഴിഞ്ഞ 2 വർഷത്തെ ശരാശരി ഗവൺമെന്റിന്റെ സഹായം എത്ര ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഗവൺമെന്റ് നിങ്ങൾ പറഞ്ഞില്ലേ കൃഷി വകുപ്പുണ്ട്. അയ്യോ പറയാൻ എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല, നിന്ന് പറയണം. എന്താ അതല്ല എന്നാലും അല്ല നിങ്ങള് ഞാൻ ചോദിച്ച ഒരു ബിസിനസ് വെഞ്ചർ ആകുമ്പോഴത്തേന് അതിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ നോക്കണം. അപ്പൊ ഗവൺമെന്റ് ഈസ് ഇൻവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ, പക്ഷെ ആ ഒരു നിക്ഷേപം എത്രയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? കുടുംബശ്രീയുടെ നമ്മുടെ സബ്സിഡി ഇനത്തിൽ തന്നെ നമുക്ക് കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ 2 വർഷമായിട്ട് 20 ലക്ഷം രൂപയോളം നമുക്ക് സഹായങ്ങൾ കിട്ടി. പിന്നെ ഈ ശരാശരി 10 ലക്ഷം രൂപ കുടുംബശ്രീയിലൂടെ കിട്ടുന്നുണ്ട് പഞ്ചായത്തിന്. ഈ 20 ലക്ഷത്തിന് മേലെ ഇപ്പൊ ഞങ്ങള് കുടുംബശ്രീ തുടങ്ങിയ ഈ JLG തുടങ്ങിയ പിന്നെ 1 കോടി ഉറുപ്പ്യൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും കുടുംബശ്രീ അംഗങ്ങൾക്ക്. ശക്തി വെറുതെ വന്നതല്ല, അവർക്ക് അത്രയും സഹായങ്ങൾ എവിടെ നിന്ന് ഫണ്ട് കിട്ടുമോ അതൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും. പിന്നെ മറ്റേ ബ്ലോക്കിന്ന് ഇപ്പൊ ഈ വേനൽക്കാല പച്ചക്കറിക്കും വിളയ്ക്കും വേണ്ടി 15 ലക്ഷം രൂപയുടെ മേലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം നേന്ത്രവാഴയ്ക്കും പച്ചക്കറിക്കും വേണ്ടി സബ്സിഡി മേടിച്ചു കൊടുത്തു. ഇവിടെ കേരളത്തിൽ ഇപ്പൊ പുരുഷന്മാരുടെ ഇടയിൽ മദ്യപാനശീലം കൂടുതലാണ്. അത് ഈ നിങ്ങളുടെ ഈ പ്രവർത്തനപരമായിട്ട് എന്തെങ്കിലും അതിന്റെ അകത്ത് വ്യത്യാസം വന്നു? എന്റെ പേര് രതിദേവി, 7ാം വാർഡിലെ CDS മെമ്പറാണ്. അപ്പൊ കോളനി പ്രദേശത്താണ് എന്റെ വീട്. അപ്പൊ കോളനിയിലൊക്കെ ഇതുപോലെ ഒരുപാട് എന്റെ ഭർത്താവ് അടക്കം മദ്യപിക്കുന്ന ആളാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒക്കെ ഭയങ്കര വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ഈ അന്നത്തെ അവസ്ഥ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് മാറ്റം. ഇപ്പൊ ഞാൻ ഇവിടെ ഈ സീറ്റിലിരിക്കുന്നത് വരെ ഞങ്ങളുടെ ശാക്തീകരണത്തിന്റെ ഒരു ഇതാണ്. കാരണം ഒരു സ്ഥലത്തേക്ക് വരെ 6 മണി വരെ എന്ത് മീറ്റിങ്ങിന് പോയാലും 6 മണി വരെ അത്രയാണ് പറയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇല്ല, അതിലപ്പുറത്തേക്കില്ല. പക്ഷെ ഇന്നലെ വന്നതാ, ഇനി ഞങ്ങൾ വീട്ടിലെത്തുന്ന നാളെയാണ്. അപ്പൊ അവരുടെ ഒരു സഹകരണം എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന് അത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ശാക്തീകരണത്തിന്റെ ഫലമാണ്. പിന്നെ എന്റെ ഒരു കൂട്ടുകാരി, എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ്, ഭയങ്കര മദ്യപാനിയാണ്. ഇതുപോലെ നല്ല അവള് സഹിച്ച് മടുത്തു. 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടിയാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു, അവർക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ കൂടെ അല്ലേ ജീവിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞോളാം,
എനിക്ക് അത് അവന്റെ കൂടെ അല്ല ഞാനല്ലോ ജീവിക്കണം, നീയല്ലേ, അപ്പൊ നിനക്കൊരു പ്രശ്നം വരില്ല. ഞാൻ വിളിച്ച് പറയാൻ വന്ന് ഞാനത് ഇടപെട്ട് കേസ് കൊടുത്ത് ഇപ്പൊ എന്തൊക്കെ അവനെ കൊണ്ടുപോയി. പക്ഷെ വീണ്ടും അവരുടെ അച്ഛനമ്മയൊക്കെ വന്ന് കരഞ്ഞു വന്നിട്ട് ഞങ്ങൾ തന്നെയാണ് ഇറക്കി. പക്ഷെ നമ്മൾ അവരെ ശിക്ഷിക്കാന്നുള്ളതല്ല, അവരെ നേർവഴിക്ക് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു അയൽക്കൂട്ടം ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതെ അതെ. അല്ല, ഒരു തമാശക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നാട്ടിലെ പുരുഷന്മാർക്ക് നിങ്ങളെ പേടിയാണോ? സത്യം പറഞ്ഞ പേടിയാണ്. ഒരു കൂട്ടായ്മ പേടിച്ചിട്ട് ഒരാളെ സ്ത്രീകളെ പേടിക്കാന്നുള്ളത് ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകൾ ഒറ്റയ്ക്കല്ല, ഒരു ചുരുക്കം പറച്ചതിനെ ഒരു പ്രതികരിക്കാനായിട്ട് ഞങ്ങൾ ഒരു മെഴുകുതിരി കത്തിക്കൽ നടത്തി. അപ്പൊ തമാശ അതല്ലല്ലേ, ഈ സ്ത്രീകളായിട്ട് കൂടുതൽ സത്യപ്രതിജ്ഞ മെയിൻ സെന്ററിലാണ് സപ്പോർട്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും. പുരുഷന്മാർ അത്ര മോശക്കാരല്ല. അതിലിപ്പോ പുരുഷന്മാര് ഒന്നോ രണ്ടോ പെശകായി വെച്ചിട്ടല്ല പുരുഷന്മാർ നമ്മള് വളർത്തിണ്ടാക്കില്ലേ. അവര് സമൂഹത്തിന് ഭീഷണിയായി വളരാൻ നമ്മളൊരു അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ സമ്മതിക്കില്ല. അതേപോലെ തന്നെ അത് വളരെ പ്രധാനമാണ്. അല്ല, ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഒരു ഡോക്യുമെന്ററി കൂടെ കാണണം. കുട്ട, മുറം, ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒട്ടേറെ പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ത്രീ കൂട്ടായ്മകൾ വരവൂരിലുണ്ട്. നമുക്കിനി ഈ കാഴ്ചകളാവാം. കനലെരിയുന്ന ജീവിതങ്ങളെ കനലൂതി തോൽപ്പിക്കുകയാണ് ഈ പെൺകരുത്ത്. സൗഹൃദ വനിതാ സ്വയം സഹായ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ജീവിതം ഈ പരമ്പരാഗത തൊഴിൽ പദ്ധതിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. കാരിരുമ്പിന്റെ കരുത്തുമായി ഒരു കുടുംബശ്രീ സംരംഭം. ഞങ്ങള് നല്ലതാന്ന് തോന്നി. വടക്കാഞ്ചേരി ബ്ലോക്കിലെ വേറൊരു വനിതകളാണ് ഇത് ആദ്യം പറഞ്ഞത്. പക്ഷെ അവര് ചെയ്യാൻ താല്പര്യമായില്ല. അപ്പൊ ഞങ്ങൾ അതിന് ഏറ്റെടുത്ത് ഞങ്ങൾ 10 ആൾ കൂടിയിട്ട് ചെയ്തതാണ്. ജീവിതത്തിന്റെ നൂലിഴകൾ നെയ്തുകൂട്ടുകയാണ് ഭാരതി ആക്ടിവിറ്റി ഗ്രൂപ്പ്. സൂക്ഷ്മതയും ക്ഷമാശീലവും കൊണ്ട് തങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കുകയാണ് ഈ കുടുംബശ്രീ സംരംഭം. പിന്നെ അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് കാശിന് ബുദ്ധിമുട്ടില്ല. നമുക്ക് വിറ്റ് കിട്ടണം, എന്നിട്ട് വേണമെന്നുള്ള ആ വകയില്ല. നമുക്ക് അവർ നൂല് തരും, നമ്മൾ പൗണ്ടാക്കി തുണിയൊക്കെ അവിടെ കൊണ്ടുകൊടുത്താൽ അവർ കാശ് കിട്ടും. അമൃത കുടുംബശ്രീ യൂണിറ്റ് 10 അംഗങ്ങളുള്ള കുട്ടനെയ്ത്ത് സംരംഭമാണ്. പിന്നെ ഇത് നമ്മള് അരിയൊക്കെ ചാറാനായിട്ട് ഉപയോഗിക്കുന്ന മുറ, ചട്ടിമുറ. ഇത് കൊയ്ത്ത് സമയങ്ങളിലൊക്കെ നല്ല ചെലവായിരുന്നു. പിന്നെ അതാ കൊട്ട എന്താ ഇത് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ അലുമിനിയത്തിന്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആളുകളെ ഇത് അലുമിനിയത്തിന്റെ ചോറ് വിറ്റാനൊന്നും പറ്റണില്ല. അതിന് വെള്ളം ചോറിന് പോയില്ല. ഇങ്ങനത്തെ ആളുകൾ ഇത് നല്ല സ്ഥലമാണ്. പിന്നെ ആ കൊട്ട അത് തൊട്ടി ശരി. പിന്നെ ഈ സാധനം ഇത് ആളുകൾക്ക് അരിയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം വാർത്ത് വെക്കാനായിട്ട് തൊട്ടിയിടാ ഞങ്ങൾ പറയുന്നത്. തൊട്ടി അത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സീസണിൽ നല്ല ചെലവാ. പിന്നെ സ്ഥിരമായിട്ട് ഈ പണി ചെയ്യും. കുട്ട, വട്ടി, മുറം, പൂക്കൂടകൾ, മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവ ഇവർ നിർമ്മിക്കുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന വരവൂർ CDSന്റെ വ്യത്യസ്തമായ കുടുംബശ്രീ സംരംഭമാണ് ഇത്. പരമ്പരാഗത തൊഴിലിന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? എത്രമാത്രം നന്നായി നടക്കുന്നുണ്ട്? നഷ്ടത്തിലാണോ?
ഞങ്ങളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കാടിന്റെ അരികില് ഒരു കോളനിയിൽ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അത് പറയുമ്പോൾ. അല്ല, സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ല, അതൊട്ടും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ അതിനേക്കാളും ഞങ്ങൾക്ക് അറിവില്ലായ്മയാണ്. ഞങ്ങൾക്ക് എങ്ങനെ പുറത്തേക്ക് വരണം, ആളുകളായിട്ട് എങ്ങനെ പെരുമാറണം, വേറൊരു ജാതിയിൽപ്പെട്ട ആളുകളെ കണ്ട് അവരോട് എങ്ങനെ സംസാരിക്കണം, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ജലദോഷം പനി പോലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഒരു ആശുപത്രി പോകണം, ഒരു ഡോക്ടറെ കാണാൻ എന്ത് ചെയ്യണം, അങ്ങനെയും കൂടി അറിവില്ലാത്ത, അത്രയ്ക്ക് ഒരു ബോധമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനത്തെ ആളുകളാണ് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഞങ്ങൾക്ക് സാധിക്കില്ല. വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങനെയുള്ള ഒരു ശീലമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ കുടുംബശ്രീ രൂപീകരിക്കുന്നുണ്ട്, കുടുംബശ്രീയിൽ അംഗങ്ങളാവണം എന്നൊക്കെ ഞങ്ങളുടെ വാർഡ് മെമ്പർ എല്ലാവരും വന്നിട്ട് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് പേടി, ഈശ്വരൻ എങ്ങനെ കുടുംബശ്രീയിൽ അംഗങ്ങളായി എന്ത് ചെയ്യും, ഒരു അറിവില്ലല്ലോ, എന്താ ചെയ്യാന്നുള്ളതൊക്കെ വന്നു. അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധപ്രകാരം ഞങ്ങൾ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചു. അങ്ങനെ കുടുംബശ്രീന്റെ ഭാഗമായിട്ട് ഓരോ മീറ്റിങ്ങുകളും ഒക്കെ, ആ കുറെ മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുത്തപ്പോ തന്നെ ഞങ്ങൾക്ക് തലയ്ക്കകത്തൊരു വെളിച്ചം കയറുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് പിന്നെ അങ്ങനെ കുടുംബശ്രീയിൽ പറഞ്ഞു നിങ്ങളിങ്ങനെ, അപ്പൊ വരുമാനം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഒരു സോപ്പ് മേടിക്കണമെങ്കിൽ പോലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കയ്യിൽ വരുമാനം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നും പിന്നെ ചെയർപേഴ്സൺ ഒക്കെ പറഞ്ഞു ഇങ്ങനെ നിങ്ങളിങ്ങനെ സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വിവരമില്ലാത്ത ആൾക്കാർ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾക്ക് ലോണൊക്കെ ശരിയാക്കി തരാം, നിങ്ങളെ സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോൺ എടുത്തു. പിന്നെ ഓടൊക്കെ ഇറക്കി ഇങ്ങനെ കൊട്ടയും മുറങ്ങള് ഒക്കെ നെയ്യാൻ തുടങ്ങി. അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വിരിച്ചു കിടക്കാൻ ഒരു പായ പോലും ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ കട്ടിലായി, കിടക്കയായി. പിന്നെ ചാണകം തേച്ചിട്ട് ഇങ്ങനെ മിനുക്കിയിരുന്ന തറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് സിമെന്റ് തറയായി. വീട്ടിലേക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, കുട്ടികളുടെ പഠനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ നമുക്ക് ഒരാളോട് അല്ലെങ്കിൽ ഭർത്താവിനോട് വേറെ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ, അങ്ങനെ വരുമാനം ഞങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കാനുള്ളൊരു ഒരു ധൈര്യം ഞങ്ങൾക്ക് ഈ കുടുംബശ്രീയിലാണ് ഉണ്ടായത്. ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ രസകരമായി ആ മാറ്റത്തിന്റെ കഥ ശ്രീവള്ളി പറഞ്ഞു. ഈ തൊഴിൽ നേരത്തെ അറിയായിരുന്നില്ലേ? നേരത്തെ ഞങ്ങൾക്ക് അറിയണത് തന്നെയാണ്. അപ്പൊ അന്ന് ചെയ്യായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഇങ്ങനെ ഓരോ ആളുകളുടെ വീട്ടിൽ പോയിട്ട് മുളയൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് നമ്മളത് വെട്ടി സൈസാക്കി ഇങ്ങനൊക്കെ പണിതിട്ട് കൊണ്ടേ കൊടുത്താലേ പൈസ കിട്ടില്ല. അന്ന് നമുക്ക് വില പറഞ്ഞ് മേടിക്കാൻ അറിയില്ല. നമ്മൾ വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും വീടുകളിൽ കൊടുക്കുമായിരുന്നു. ഇപ്പൊ എങ്ങനെയാ കൊടുക്കുന്നത്? ഇപ്പൊ ഞങ്ങളിപ്പോ ചന്ത വന്നപ്പോ ഈ മാസച്ചന്ത നടത്തുന്നുണ്ട്, ചന്തയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പിന്നെ ഇത്ര പൈസ ഞങ്ങൾക്ക് വേണം, ഇത്ര ചെലവുണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട്, അപ്പൊ ഇത്ര പൈസ വേണമെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇപ്പൊ നമുക്കുണ്ട്. പിന്നെ ഈ ആലപ്പണി ചെയ്യുന്ന ആരാ ഉള്ളത്? അത് വളരെ വ്യത്യസ്തമായി തോന്നി. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആലകളൊന്നും ഇല്ല, പഴയതുപോലെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതെ, പുരുഷന്റെ ജോലിയായിട്ട് എപ്പോഴും എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഓർമ്മ ഇതിങ്ങനെ ഇത് ചെയ്യുന്നത് മാത്രം സ്ത്രീ, കൂടെ അടിക്കുന്നതും എല്ലാം പുരുഷൻ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുത്തത്? ബ്ലോക്കിലൊരു മീറ്റിങ്ങിന് പങ്കെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് അവർ പറഞ്ഞത്. ചെയ്യാന്ന് തോന്നി. നേരത്തെ ഈ ജോലിയിൽ പരിചയമുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെ പരിശീലനം തന്ന്? അവിടെ അടുത്തൊരു ആശാന്റെ അടുത്ത് പോയി ഞങ്ങള്. എന്തൊക്കെ ഉണ്ടാക്കും? ഉണ്ടാക്കാൻ അറിയില്ല സാറേ, മൂർച്ച കൂട്ടാൻ അറിയുള്ളൂ. 10 ദിവസത്തെ ട്രെയിനിങ്ങുകളും. കത്തി, വെട്ടുകത്തി ഒക്കെ മൂർച്ച കൂട്ടും, മഴു, പിക്കാസ് കാച്ചി മൂർച്ച കൂട്ടും. ചെയർപേഴ്സൺ പറഞ്ഞില്ല എന്താണ് ഭർത്താവിന്റെ കുടുംബ മഹാത്മ്യം? ഞാനൊരു കർഷകക്ക് ഏറ്റവും ഇതില് ഊർജം കിട്ടിയത് തന്നെ നമ്മള് അത്രയും കഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ ഞങ്ങളുടെ മുൻ പ്രസിഡന്റൊക്കെ പറയും, എന്താ അറിയോ, ഒരു പിരിവിന് വന്നാൽ എന്നെ പുറത്തേക്ക് കാണില്ല. എന്താ അറിയോ, അന്നത്തെ ഒരു 5 രൂപ പറഞ്ഞാൽ ഇന്നത്തെ 50 പോരാ, 500 ആവും. അന്നത്തെ ഒരു 5 രൂപ ഒരു 12 കൊല്ലം മുമ്പത്തെ 5 രൂപ. അപ്പൊ ഞാനിത് അകത്തിരിക്കണ ഒരാളാ. എന്താ പറയുക, ഒരു പീടിയെ പോകാനൊക്കെ ഒരാളെ അന്തർജനം എന്ന് പറയാ. അകത്ത് ചെന്നിരുന്ന് ഒരു സെക്രട്ടറി ആവാൻ പറഞ്ഞപ്പോ അയൽക്കൂട്ട സെക്രട്ടറി ആവാൻ പറഞ്ഞ എനിക്ക് പറ്റുമോ? സെക്രട്ടറി ഡിഗ്രി വരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് കേൾക്കാനുള്ള പവർ നമുക്കുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പൊ ആ സെക്രട്ടറിക്ക് ഡിഗ്രി പഠിച്ച ഒരാളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കണ്ടു. അപ്പൊ ഡിഗ്രി പഠിച്ച ആള് പറഞ്ഞു ഇന്നോട് സഹിക്കില്ല പറഞ്ഞു. അപ്പൊ ശരി ഞാൻ തന്നെ പറഞ്ഞു.
അപ്പൊ നമ്മൾക്കുള്ള ഈ മേഖല ഇതിനോടുള്ള ഇഷ്ടം അങ്ങനെ പുറത്തേക്ക് വന്നപ്പോ നമ്മുടെ വീട്ടിലെ സാഹചര്യം അത്ര കഷ്ടപ്പെട്ട ഒരു ഭർത്താവ് ഒരു പൂജ ചെയ്യുന്ന ആളായിരുന്നു. പൂജ ചെയ്യണ ആളാകുമ്പോ സ്ഥിരമായിട്ടൊരു വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അമ്പലത്തില് കുറച്ച് ദിവസം പണിയുണ്ടെങ്കിൽ കുറച്ച് പണിയില്ല. അപ്പൊ ഞാനും എന്താ പറയുക മേപ്പിട്ട് നോക്കിയിട്ട് ദീർഘനിശ്വാസം വിടേണ്ട ഒരവസ്ഥയായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കും, ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു ബസ്സിൽ അന്ന് 7 രൂപ ഉണ്ടായ എന്റെ വീട്ടിൽ നിന്ന് തളിയിലേക്ക് എത്താം. അപ്പൊ നോക്കുമ്പോ 7 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എന്റെ കുട്ടികൾ 2 ആളും കയ്യിലുണ്ടായിരുന്നു. അപ്പൊ 2 കുട്ടികൾ കയ്യിലുള്ളപ്പോ ഒരു മിഠായിക്കാരൻ വന്നിട്ട് ഒരു മിഠായി പറഞ്ഞ് നടക്കൂലോ. അപ്പൊ എന്റെ 7 രൂപ ഉള്ളൂ. 7 രൂപ ബസ്സുകാരനും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചില്ലറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോവോ, എനിക്ക് 7 രൂപ ഉള്ളൂ. ആ 7 രൂപ കൊടുത്ത് ഞാൻ അയാളെ ചീത്ത പറഞ്ഞ് കുട്ടികൾ മേടിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കണ്ടേ, കുട്ടികൾ അപ്പം കഴിക്കും. അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അവിടെ നിന്നാണ് ഈ കുടുംബശ്രീ ഉണ്ടാക്കാനുള്ള വന്നത്. ഒരുപാട് പേർക്കും സമാനമായ അനുഭവങ്ങളാണ് ഉള്ളത് അല്ലേ? ജീവിതം ഇന്നത്തെ അന്ന് ഈ പ്രസ്ഥാനം തുടങ്ങിയില്ല വെച്ചാൽ ഞാനില്ല. എന്റെ കുട്ടികൾക്ക് മര്യാദ വിദ്യാഭ്യാസം കൊടുക്കാനും നല്ലൊരു സഹായം ഇതുകൊണ്ടാണ് നമുക്ക് എത്തിയത്. അപ്പൊ ഞങ്ങൾ ആദ്യം 2005 ഒരു കുടുംബശ്രീയുടെ ട്രെയിനിങ്ങിന് പോയി. അപ്പൊ അന്ന് താമസിച്ചുള്ള ട്രെയിനിങ്ങിനൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ താമസിച്ചുള്ള ട്രെയിനിങ് പറഞ്ഞ അപ്പൊ ഞങ്ങൾ അന്നത്തെ ചെയർപേഴ്സൺ പറഞ്ഞു, ട്രെയിനിങ് ഉണ്ട്, താമസിച്ചൊരു വീട് വിട്ടു നിൽക്കുക പറഞ്ഞ ആ കാലം അത്ര നല്ലല്ലോ, 2005 കാലം. ആ കാലഘട്ടത്തില് ട്രെയിനിങ് പോയപ്പോ അവിടുത്തെ നമ്മുടെ മുഹമ്മദ് സാറ് പറഞ്ഞു, നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു, എവിടെ ബാഗ് ചോദിച്ചു. ബാഗ് ഇല്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അന്നാ നിങ്ങള് വേഗം പൊക്കോളെ വീട്ടിലേക്ക്, ഇത് 5 ദിവസത്തെ താമസിച്ചുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വന്നതല്ലേ സാറേ, ഉച്ച വരെ ഞങ്ങളിത് കേക്കട്ടെ. കേട്ടപ്പോ അത് എന്റെ ജീവിതാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ ജീവിതാനുഭവമാണ് അവിടെ പറയുന്നത്. തളിയിൽ വന്നിറങ്ങുമ്പോ ഞാൻ വേറൊരാളായി മാറുമായിരുന്നു. അതിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ആരുടെ പേരില്? നിങ്ങളുടെ പേരിൽ? എന്റെ പേരിലുണ്ട്. എന്റെ 3260 കുടുംബാംഗങ്ങള് ഞാന് ബാങ്ക് അക്കൗണ്ട് ചേർത്ത് ബന്ധിച്ചു. എല്ലാരും ബന്ധിച്ചു. എന്താ പറയുക, 1 രൂപയിൽ 1 രൂപ സമ്പാദ്യം സ്വരൂപിക്കണം എന്നുള്ളത്. അവർക്കൊരു വേറൊരു നല്ല രസകരമായിട്ടൊരു പരിപാടി ഉണ്ട്, അതും കൂടെ കേൾക്കണം. എന്താണ് വനിതാ ഫുട്ബോൾ ടീം? എന്റെ പേര് യശോദ. ഞങ്ങള് ജയത്തിൽ ഇപ്പൊ ഈ ജെൻഡറിന്റെ ഭാഗമായിട്ട് വന്നുള്ളതാണ് ഈ ഫുട്ബോൾ ടീം. അതില് 15 പേരുണ്ട്. ഇപ്പോ കായികമേള ആകെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് കായികമേള തുടങ്ങിയിട്ടുള്ളത്. അതില് ഇപ്പൊ കഴിഞ്ഞ 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കായികമേള കഴിഞ്ഞിട്ട്. അതിൽ ഞങ്ങൾ മത്സരിക്കാൻ പോയി. ഫുട്ബോളിന് 3 ടീമുകൾ ഉണ്ടായിരുന്നു. 3 ടീം കുടുംബശ്രീ ടീമായിരുന്നോ? കുടുംബശ്രീ ടീം, കുടുംബശ്രീകളുടെ കായികമേള, കുടുംബശ്രീയുടെ കായികമേള ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 15 പേരുണ്ട്. 11 ആളാണ് അന്ന് കളിക്കിറങ്ങിയത്. അന്നിറങ്ങിയത് ഞങ്ങൾ ബാക്കി എക്സ്ട്രാ ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന് ഇറങ്ങാനുള്ളവരെ ബാക്കി 4 പേരുണ്ടായിരുന്നത്. അതിൽ ജേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യോ? എന്നും പ്രാക്ടീസ്. ഞങ്ങൾ തുടർച്ചയായിട്ട് ആ പരിപാടി കായികമേള വന്നപ്പോ തുടർച്ചയായിട്ട് ചെയ്തു. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ തിച്ചൂര് ഒരു ഗ്രൗണ്ടിലാണ്, വരവൂര് തന്നെ തിച്ചൂര് അമ്പലത്തിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടും ഉണ്ട്. നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. ആണുങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളൊക്കെ അവിടെ വന്ന് നിൽക്കും. കമന്റ് അടിക്കില്ല, കമന്റ് അടിക്കൊന്നുമില്ല. അങ്ങനെ വന്നു കേട്ടണം, ഇങ്ങനെ വന്നു കേട്ടണം എന്നൊക്കെ പറഞ്ഞു തരും. അത്ര നല്ല ആൾക്കാരാണ്. പിന്നെ കുട്ടികളാണ് ഞങ്ങളുടെ കുട്ടികള്. അവരാണ് ഞങ്ങക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഞങ്ങളുടെ ടീമിലുള്ള ഒരു കുട്ടിയുടെ മോൻ നല്ല ഫുട്ബോളറാണ്. അവൻ പറഞ്ഞു തന്നു, കോച്ച്. പിന്നെ ഞങ്ങളൊരു മെമ്പർ ഉണ്ട്, രതി മോഹൻ പറഞ്ഞിട്ട്. ആള് നല്ല സഹായം ചെയ്തു തന്നുണ്ട് ഞങ്ങക്ക് ഫുട്ബോളിനെ പറ്റിയിട്ട്. എങ്ങനെയൊക്കെ നിക്കണം, എന്തൊക്കെ ചെയ്യണ്ട്, അതിന്റെ ഒക്കെ കാര്യങ്ങൾ അവരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂര് പോയി. അവിടെ ചെന്നപ്പോ 3 ടീമുണ്ട് പറഞ്ഞിട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പോ ചാവക്കാട് ടീം രജിസ്റ്റർ ചെയ്തില്ല. അവര് വന്നിട്ടുണ്ട്. പല പരിപാടി ഉണ്ടായിരുന്നു. ഫുട്ബോൾ ഉണ്ടായിരുന്നു, വോളിബോൾ, പല സ്പോർട്സ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പൊ ഫുട്ബോളിന് അവര് എല്ലാവരും പേര് കൊടുക്കണ സമയത്ത് അവര് ചെയ്തില്ല. ഞങ്ങൾ എരുമപ്പെട്ടിയും വരവൂരും 2 പഞ്ചായത്താണ് രജിസ്ട്രേഷൻ കഴിഞ്ഞത്. കളിച്ചപ്പോ നല്ല ഇനി എവിടെ കളിക്കാനൊരു സ്ഥലം എന്നുള്ള എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോകുന്നുള്ളതാണ്.
അല്ല, നിങ്ങൾ ഈ ജെൻഡർ 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 എന്ന് പറയുന്നത് എന്താണ് ഈ സാധനം? പിന്നെ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ ചെയർപേഴ്സൺ, എത്ര പേർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ട്? കമ്പ്യൂട്ടർ നമ്മുടെ ADS അംഗങ്ങൾ ഫുള്ളായിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കൽ. അവർക്ക് കമ്പ്യൂട്ടർ പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്താണ് ഒരു കൂത്തിമാരി നോക്കണമാരിയുള്ള ഒരു സാധനം. ഇന്ന് അവർക്കത് തൊട്ട് എന്റെ ഒരു പോർട്ടലിലെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് അവർക്കത് തുറന്ന് അതിലെ ഇടപാടുകൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനും പേടി മാറി. കമ്പ്യൂട്ടറിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണിക്കാൻ കൂട്ടാക്കില്ല. അത് ഇരിക്കാൻ പഠിച്ച ആൾക്കാര് പിന്നെ അവിടെ നിന്ന് എണ്ണിച്ചു പോരാൻ സമയം കിട്ടില്ല. അത് എവിടെയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ? അക്ഷയ കേന്ദ്രത്തിൽ? അല്ലല്ല, നമ്മുടെ പഞ്ചായത്തിൽ CDS കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? 3 ഈ 3 ഈ ഇത്രയും പേരെ ട്രെയിൻ ചെയ്യാൻ പോകും? എല്ലാവർക്കും കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടോ നിങ്ങളുടെ? എല്ലാവർക്കും ആയിട്ടില്ല. ഇപ്പൊ നമ്മള് ADS കഴിഞ്ഞു. ഞാൻ അയൽക്കൂട്ടത്തിലെ അംഗങ്ങള് ഒരു ദിവസം 5 ആളെ വെച്ചിട്ട് 5 ആളല്ല, ഒരു മണിക്കൂറിന് 5 ആളെ വെച്ച് ഇങ്ങനെ ഒരു ബാച്ചോള് തിരിച്ചിട്ടാണ്. അത് പിന്നെ പൈസ ഒന്നും മേടിക്കുന്നില്ല? വേണ്ട, നമുക്ക് ജില്ലാ മിഷൻ ഒരു RP തന്നിട്ടുണ്ട് അതിന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. പഞ്ചായത്തിന്റെ എല്ലാ സഹകരണങ്ങളും കിട്ടുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പം രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാണല്ലോ. 2 കൂട്ടരുടെ ലക്ഷ്യം ഒന്നാണ്. പഞ്ചായത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ നന്മ, കുടുംബശ്രീയുടെ ലക്ഷ്യം ഒരു നന്മ ആയതുകൊണ്ട് ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടായ്മയുടെ പ്രസിഡന്റ് മുൻ മെമ്പറാണ്, കുടുംബശ്രീ മെമ്പറാണ്. അല്ല, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അപ്പൊ ഈ സ്ത്രീകള് പഞ്ചായത്തിലെ പ്രസിഡന്റും മെമ്പറും ഒക്കെ ആകുമ്പോ അതിന്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. എന്റെ ജില്ല പാലക്കാട് ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞ കർഷക തൊഴിലാളി കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാന്. അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന് നോക്കുമ്പോ അതേ ലെവലിൽ തന്നെ വലിയൊരു കൂട്ടുകുടുംബത്തിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ ഈ അനുഭവം തന്നെയാണ്. നമ്മുടെ 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകള് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഉള്ളൊരു കാഴ്ചപ്പാടുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷികൾ വന്നിട്ട് ഇലക്ഷന് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇലക്ഷന് നിന്നതാണ്. അപ്പൊ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ജയിച്ചു വന്നത്. അതിനുശേഷം എന്നെ കൊണ്ട് അവരിങ്ങോട്ട് വന്ന് ചോദിച്ചതാണ്. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചതാണ്. അപ്പോ അങ്ങനെ ജനപ്രതിനിധി വന്നു. ആദ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിയപ്പോൾ ഇപ്പൊ 2.5 വർഷമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്നു. ആ സ്ഥാനം വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്കൊപ്പം എല്ലാ കാര്യത്തിലും ഇവരോട് ഈക്വൽ ആയിട്ടാണ്. കാരണം നമുക്കറിയാം ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. അതിനൊരിക്കലും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിരുത്സാഹപ്പെടുത്താറില്ല, പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. പിന്നെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ എന്ത് സ്കീം ഉണ്ടെങ്കിലും ഇപ്പോ ചോദിച്ചിട്ട് അതിന്റെ ക്രമം വരുന്നേ ഉള്ളൂ പറഞ്ഞു. ഗ്രാമസഭ മുതലുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്തും കുടുംബശ്രീ മുഖാന്തരം നല്ല രീതിയിൽ ലിങ്ക് ചെയ്തിട്ടാണ് പഞ്ചായത്തിന്റെ എല്ലാ പദ്ധതികളിലും അവരെ ഉൾക്കൊണ്ടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റർനെറ്റ് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? നെറ്റോ? നെറ്റ് കുറച്ചൊക്കെ മക്കൾക്ക് എന്തായാലും നെറ്റ് ഉണ്ട്. അപ്പൊ അമ്മമാര് നെറ്റ് സംവിധാനം നമ്മള് പഞ്ചായത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. നെറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ പഠിപ്പിച്ചാൽ അവരേല് കയറി ആവശ്യമുള്ളതൊക്കെ നോക്കാനുള്ള പഠിപ്പിച്ചു. ഇല്ല, ഞാൻ ജനപ്രതിനിധി ആയതിനു ശേഷമാണ് കമ്പ്യൂട്ടർ കുറച്ചെങ്കിലും പഠിച്ചത്. അതായത് ഇപ്പൊ NRGSന്റെ ഫണ്ട് വരുന്നത് പ്രസിഡന്റുമാർക്ക് ഡോങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചത്. വെബ്സൈറ്റ് ഉണ്ടോ പഞ്ചായത്തിന്? ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ ബജറ്റ് എല്ലാം വെബ്സൈറ്റിലുണ്ടോ? അപ്പൊ നിങ്ങളുടെ ഈ യാത്രക്ക് ഇവര് നൽകിയ മാർക്ക് എത്രയാണെന്ന് അറിയാനുള്ള സമയമാണ് ഇനി. മാർക്ക് അറിയണോ അതോ പോണോ? അറിയണം. അറിഞ്ഞേ പോവൂ. അപ്പൊ നമുക്ക് ചോദിക്കാം, കണ്ണമാഷിന്റെ അടുത്ത് ചോദിക്കാം ആദ്യം. 1-2 കാര്യങ്ങള്. വരവൂരിന്റെ ഈ കുടുംബശ്രീ യൂണിറ്റ് ഒരുപാട് സ്ത്രീകളെ, അവരുടെ കുടുംബങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ കൂട്ടായി നിന്നാൽ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു കൊടുത്തത്. അതാണ് നിങ്ങളുടെ ഓരോ വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങൾ അതാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം മാത്രം എടുത്തു പറയാൻ പറ്റില്ല ഏതാണ് കൂടുതൽ മെച്ചം. ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സംഘകൃഷി കുറെ കൂടെ ആൾക്കാരെ, പിന്നെ നമ്മുടെ നാട്ടിനും കൂടി ആവശ്യമായിട്ടുള്ളതാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പം അതിൽ നിങ്ങൾക്കും നാട്ടിനും കൂടി ഒരേ സമയം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യം. അതിൽ കിട്ടിയ ട്രെയിനിങ്, മാസ്റ്റർ ഫാർമേഴ്സ്, മെഷീനറി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതിൻ്റെ ഓഫീസുകളിൽ പോയി അതിന് പരിശീലനം നേടുന്നത്. പിന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം ഫുട്ബോൾ ടീം ഇനിയും പ്രചരിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പം നിങ്ങളുടെയൊക്കെ കണ്ടിട്ട് നമുക്കും ചേർന്നാലോ
ചില പുരുഷന്മാരെ കൂടി ചിലപ്പോൾ ചേർത്തുമെങ്കിൽ ഞങ്ങൾ 1-2 കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. ടീമിൽ എടുക്കുമെങ്കിൽ സാർ റെഡിയാണ്. എന്റെ മാർക്ക് 25-ൽ 18. നമുക്കിനി നിവേദിത മാമിനോട് ചോദിക്കാം. വരവൂർ CDS ഇപ്പൊ കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രതീകമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് 25-ൽ 19. മിനി മാം. എനിക്ക് വരവൂർ CDSന്റെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഊർജവും ഈ പ്രവർത്തനത്തിലെ ഒരു സന്തോഷവും ഒക്കെ വളരെയധികം നന്നായി തോന്നി. പിന്നെ എന്നെ ആകർഷിച്ച മറ്റൊരു സംഗതി ഈ പരമ്പരാഗതമായ തൊഴിലുകളെ പ്രോത്സാഹിപ്പിക്കാനായി ചെയ്ത് ശ്രീവള്ളിയുടെ യൂണിറ്റ്, അതുപോലെ നിലവിലുള്ള ഇതുവരെയും അറിഞ്ഞിരുന്ന തൊഴിലുകൾക്ക് പുതിയൊരു ഊർജം കൊടുത്തുകൊണ്ട് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ആല യൂണിറ്റ് ഒരു വലിയ പ്രത്യേകതയായി തോന്നി. കാരണം ഇതുവരെ സ്ത്രീകൾ കടന്നു ചെല്ലാത്ത ഒരു സംഗതിയാണ്. പിന്നെ എപ്പോഴും സസ്റ്റൈനബിളായി നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ എല്ലാം പരസ്പര സംയോജനം, കൃഷി കൂടി, അപ്പോൾ കൃഷി ഉപകരണങ്ങൾക്ക് ആവശ്യം കൂടി, ഇത് തമ്മിൽ സംയോജിപ്പിച്ചു. അത് വളരെ നല്ലൊരു സംഗതിയായി തോന്നി. എല്ലാവരുടെയും കഥകൾ ഞങ്ങൾക്ക് വളരെ ഇംപ്രസീവായി തോന്നി. വരവൂർ CDSന് ഞാൻ നൽകുന്നത് 25-ൽ 17 മാർക്ക്. ജോൺ സർ. മനുഷ്യർ മാറുന്നത് മനസ്സ് മാറുമ്പോഴാണെന്ന് നിങ്ങളുടെ ഓരോ കഥകളിൽ നിന്നും കൂടെ, വ്യക്തിപരമായ കഥകളിൽ നിന്നും അനുഭവങ്ങളിൽ കൂടെ പഠിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, ഈ കുടുംബശ്രീ എന്ന് പറയുന്ന തലം പലർക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും പഞ്ചായത്തിലേക്കും ഒരു ആത്മവിശ്വാസത്തോടെ ചെയ്യാനുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ മൊത്തത്തിൽ മിനി പറഞ്ഞ പോലെ ഒരു ഊർജം, മാറ്റങ്ങൾ നമ്മളെ കൊണ്ടുണ്ടാക്കാൻ ഒക്കും. പുരുഷന്മാരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒക്കും. അതുപോലെ കുട്ടികളുടെ ജീവിതത്തിൽ തുല്യതയോടെ കാണാനൊക്കും. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ നല്ല കാര്യങ്ങളോടുകൂടെ നിങ്ങൾ കുടുംബശ്രീയുടെ ഒരു വായനശാല ഉണ്ടാക്കണം, ഗ്രന്ഥശാല. അപ്പൊ അത് വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൂടെ അറിയുകയും ചർച്ച ചെയ്യുകയും ഈ ട്രെയിനിങ്ങിന് ഉപരിയായിട്ട് നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന നവോത്ഥാനം എന്ന് നമ്മളെല്ലാം പറയുന്ന കാര്യം നിങ്ങളിൽ കൂടെ ആയിരിക്കും അടുത്ത തലമുറ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 15-ൽ 11 മാർക്ക്. നമുക്കിനി ചന്ദ്രവതി മാം എത്ര മാർക്കാണ് തന്നിരിക്കുന്നതെന്ന് അറിയാം. ഈ അന്തർജനങ്ങളായിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നവരാണ് നിങ്ങളെന്ന് നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസവും താൻ പോരിമയും എല്ലാം എടുത്തുകാട്ടുന്ന ഒരു പ്രകടനമായിരുന്നു നിങ്ങൾ ഇന്ന് കാഴ്ചവെച്ചത്. ആ ഉൾക്കാഴ്ചയ്ക്കും ആ തന്റെ ഇടത്തിനും ആ ഒരു ധൈര്യത്തിനും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച നേട്ടത്തിനും എല്ലാം ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 10-ൽ 9 മാർക്ക് നൽകും. വ്യത്യസ്തങ്ങളായ ഒരുപാട് പദ്ധതികളിലൂടെ, പ്രത്യേകിച്ചും പുരുഷന്മാർ മാത്രം കടന്നു ചെന്നിട്ടുള്ള മേഖലകൾ കൂടി കീഴടക്കി ഇത്രയും വിജയം വരിച്ച വരവൂർ CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് അറിയാനുള്ള സമയമാണ്. 100-ൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 74 മാർക്ക്. ഒരു സന്ദേശം എത്തേണ്ടിടത്ത് എത്തില്ല, സ്വീകരിക്കപ്പെടില്ല എന്നത് ആ സന്ദേശം അയക്കാതിരിക്കാനുള്ള കാരണമല്ല. പ്രശസ്ത ആഫ്രിക്കൻ എഴുത്തുകാരൻ ചിന്നുവ അച്ബിയുടെ ഒരു പുസ്തകം അവസാനിക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ് ഓരോ കുടുംബശ്രീ വനിതയും നാട്ടിൽ മാറ്റത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത്. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. അതുവരെ ഗുഡ് ബൈ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമതിലമായൊരു ഭൂമിയും, തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്ന മിത്തുകൾ
തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?